നമസ്കാരം, എല്ലാവർക്കും ഷേളീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ക്രിസ്മസ് കാലം ഈ അടുക്കാറായി. ക്രിസ്മസ് കേക്കിന് വേണ്ടി ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാത്ത കുറേ അധികം ആൾക്കാർ കാണും. അവരുടെ സമയക്കുറവ് മൂലമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ട്രഡീഷണലായിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പിയും എങ്ങനെയാണ് ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നതെന്നുമുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ ആ രീതിയിൽ കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ആൽക്കഹോൾ യൂസ് ചെയ്യാത്ത ആൾക്കാർക്കും ഈ റെസിപ്പി വെച്ചിട്ട് കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈക്കും കമൻസും സത്യസന്ധമായ അഭിപ്രായവും ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ബ്രൗൺ ഷുഗറാണ്. പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി എപ്പോഴും ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ പഞ്ചസാര ചേർത്താലും മതി. കാരമൽ സിറപ്പ്, ശർക്കര ഉരുക്കിയതൊക്കെ ചേർക്കുമ്പോൾ കേക്ക് കുറച്ചും കൂടി നമ്മുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള കളർ തന്നെ കിട്ടും. നോർമൽ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വെള്ള കളറായിരിക്കുമെന്ന് മാത്രം. ഇത് ബട്ടറാണ്. ബട്ടറും 150 ഗ്രാമാണ്. ഫ്രൂട്ട്സൊക്കെ നമ്മളിവിടെ കുക്ക് ചെയ്താണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി വെളിയിൽ എടുത്തു വെച്ചിട്ട് ചേർത്താലും നല്ലത്, കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബട്ടറൊക്കെ നല്ലതുപോലെ മെൽറ്റായി കിട്ടിക്കോളും. ഇത് ഓൾ പർപ്പസ് ഫ്ലവറാണ്, അതായത് നമ്മുടെ മൈദ. ഇതും 150 ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 1/2 കിലോഗ്രാം ആണുള്ളത്. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറി, ട്യൂട്ടി ഫ്രൂട്ടി, ഫിഗ്, എൻ്റെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അതെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു 1/2 കിലോ ആക്കി എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ചേർക്കാം. ബട്ടറും ഷുഗറും മൈദയും കൂടെ ചേരുമ്പോൾ ഇവിടെ 480 ഗ്രാമാണ്. അതിൻ്റെ ഡബിൾ, അതായത് 900 ഗ്രാം വരെ നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു 750 ഗ്രാമാണ് ഫ്രൂട്ട്സും നട്ട്സും കൂടെ ചേർക്കുന്നത്. മിനിമം ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം 480 ഗ്രാം. പക്ഷേ അത് തീരെ കുറഞ്ഞു പോകും. നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നല്ലതുപോലെ ഫ്രൂട്ട്സും നട്ട്സും ചേർത്താൽ നല്ലതാണ്. നമ്മുടെ സാധാരണ ശർക്കരയൊന്ന് വെള്ളത്തിൽ അലിയിച്ചൊന്ന് കുറുക്കിയെടുത്തതാണ്. 3 ടേബിൾ സ്പൂണാണ് ഞാനിന്ന് ചേർക്കുന്നത്. ശർക്കര കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കരിച്ചിട്ട് നമ്മുടെ കാരമൽ സിറപ്പാക്കിയും 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോർമൽ വെള്ളം അല്ലെങ്കിൽ ബ്രാൻഡി, റം, 1 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൽ നമുക്കിത് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും 1/2 കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ചേർത്തിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ഓറഞ്ച് ജ്യൂസ് കുക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മിനറൽസും കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടമായി പോകും. അത് പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് ഓറഞ്ച് ജ്യൂസിൽ ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് തീ ഓൺ ചെയ്തിട്ടുണ്ട്. ചെറിയ തീയിൽ നമ്മുടെ ബട്ടറൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മളിതൊരു 3-4 മിനിറ്റ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ഹൈ ഹീറ്റിലാണ് ഈ ഇങ്ങനെ തിളച്ചതിന് ശേഷം, അതായത് ഫുൾ അങ്ങ് തിളച്ചിട്ട് ഇതൊരു 4 മിനിറ്റ് ഏകദേശം നല്ലതുപോലെ കുക്കാവണം. അപ്പം നമ്മൾ ഒട്ടും തീ കുറച്ച് വെക്കണ്ട. ഇപ്പം 4 മിനിറ്റൊക്കെ നല്ലതുപോലെ ഇത് കുക്കായിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ലതുപോലെ ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിതിൽ സ്പൈസസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർത്തില്ല. എന്നിട്ടും നല്ല ഒരു സ്മെല്ലാണ് ഈ ഫ്രൂട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. 1 മണിക്കൂറിന് ശേഷം പാൻ അടുപ്പിൽ നിന്നങ്ങ് മാറ്റി വെക്കണം. നല്ലതുപോലെ ഇത് തണുക്കണം. വേണമെങ്കിൽ ഇത് നൈറ്റിൽ കുക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ കേക്ക് ഉണ്ടാക്കാൻ എടുത്താലും മതി. അതല്ല, സമയമില്ലാത്തവർക്കാണെങ്കിൽ ഒരു മിനിമം 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇത് തണുത്ത് കിട്ടാൻ. ഇതിപ്പം നല്ലതുപോലെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തണുത്തതാണിത്. ഇനി കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് ബട്ടർ ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാർച്ച്മെന്റ് പേപ്പർ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കേക്ക് ടിന്നിൻ്റെ താഴെ നമുക്ക് വെച്ചു കൊടുക്കാം. ഒരു ലെയറും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. വളരെ ലോ ആയിട്ടാണ് പ്ലം കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് ബേക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിളായിട്ട് വെക്കുമ്പോൾ ആ ചൂട് അധികം നമ്മുടെ കേക്കിൻ്റെ താഴെ തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൈഡ് ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ സൈഡൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ അത് ഉപകാരപ്പെടും. കേക്ക് ബേക്കായി ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒരു സ്ക്വയർ
ഷേപ്പിൽ ഒരു കുറച്ച് ഫോയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കേക്ക് ടിന്നിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ നല്ലതാണ്. കാരണം അപ്പോൾ മുകൾ വശം കരിയാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കാം. ഇനി നമ്മൾ 2 മുട്ടയാണ് എടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിലേക്ക് കുറച്ച് സ്പൈസസ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പട്ട അഥവാ സിനമൺ സ്റ്റിക്ക്, ഇത് ജാതിപത്രിയാണ്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഉണങ്ങിയത്, ഒരു 4-5 പീസ് ഗ്രാമ്പു കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും സെസ്റ്റാണ്. 2 മീഡിയം സൈസിലുള്ള ഓറഞ്ചും ഒരു വലിയ നാരങ്ങയുടെയും സ്കിന്നാണ് ഞാനിപ്പോൾ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓറഞ്ചും ലൈമും നല്ലതുപോലെ കഴുകി തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഗ്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ വെള്ള ഭാഗം വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് സ്കിന്നുള്ള ഭാഗം മാത്രമേ ഗ്രേറ്റ് ചെയ്യാവൂ. ഫ്രൂട്ട് മിക്സ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്, ഒട്ടും ചൂടില്ല. ഇനി നമുക്ക് കേക്ക് മിക്സ് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ എഗ്ഗ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പാൻ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും ഗ്രേറ്റ് ചെയ്ത സെസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സ്പൈസസ് പൗഡറാണ് നേരത്തെ നമ്മൾ പൊടിച്ചത്. അതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇപ്പോൾ നമ്മൾ ചേർത്തു. ഇനി ഒരു 1/2 ടീസ്പൂണും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പ്ലം കേക്ക് മറ്റുള്ള കേക്ക് പോലെ അങ്ങനെ സ്പോഞ്ചി ആയിട്ട് വരില്ല, എന്നാലും നമുക്കതിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയല്ല. ഇനി നമ്മൾ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/4 ടീസ്പൂണാണ്, ഒരു 2-3 പിഞ്ച് മതിയാകും. ഇനി കേക്കിനൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം എസൻസ് ചേർത്ത് കൊടുക്കുക. ഇപ്പം പ്ലം കേക്കിൻ്റെ എസൻസ് കടകളിൽ അവൈലബിൾ ആണ്. അത് കിട്ടുന്നില്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മതിയാകും. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദ ഒന്ന് അരിച്ചിട്ട് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമുമാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ഒന്ന് അതിൻ്റെ മുകളിലൊന്നിട്ട് ഒന്ന് ടോസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ബാക്കിയുള്ള മൈദ കൂടി നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ കേക്ക് മിക്സ് അങ്ങ് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ മൈദയൊന്നും എങ്ങും പറ്റിപ്പിടിച്ചിരിക്കാതെ ശ്രദ്ധിക്കണം. നമ്മുടെ കേക്ക് കുറച്ചും കൂടി ഒന്ന് നല്ല മോയിസ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്ക് ചെറുതായിട്ട് മുകൾ വശത്തൊന്ന് ലെവൽ ചെയ്തൊക്കെ കൊടുക്കാം നമുക്ക്. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ടാപ്പ് ചെയ്തും കൊടുക്കാം. ഇനി കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ ഞാനൊരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. 160 ഡിഗ്രി സെൽഷ്യസിൽ കേക്ക് ബേക്ക് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കും. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തിരുന്നു ഈ കേക്ക് ബേക്കായി വരാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ ഇത് റെഡിയാവുള്ളൂ. അപ്പോൾ ഓരോ അവൻ്റെ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കേക്ക് മസ്റ്റായിട്ടൊന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി എത്ര സമയം കൊണ്ട് ഏകദേശം ആകുമെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേപ്പറൊക്കെ സൈഡിൽ നിന്നൊന്ന് മാറ്റാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണിപ്പോൾ. ബട്ടർ പേപ്പറൊക്കെ ഇപ്പം ഇളക്കിയിട്ട് കേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ല ചൂടുണ്ട്. ചൂടൊക്കെ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ 2-3 ഹോൾസ് ഉണ്ടാക്കിയിട്ട് ബ്രാൻഡിയോ റമ്മോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ആൽക്കഹോൾ യൂസ് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ കേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. നേരത്തെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ 1-2 തവണ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കേക്കിനൊന്ന് ബ്രാൻഡിയോ റമ്മോ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്രിസ്മസ് ടൈം ആകുമ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നല്ലതുപോലെ റാപ്പ് ചെയ്ത് സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.